പീരുമേട് മത്തായിക്കൊക്കയ്ക്ക് സമീപം തകർന്ന സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിച്ച ഭാഗത്ത് തീർത്ഥാടന കാലം പകുതി കഴിഞ്ഞിട്ടും ടാറിംഗ് ജോലികൾ നടത്താത്തത് വാഹനയാത്രികർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. നിലവിൽ ടാറിംഗ് പൂർണ്ണമായും പൊളിഞ്ഞുകിടക്കുകയാണ്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും. 6 മാസം മുൻപുണ്ടായ ശക്തമായ മഴയിലാണ് ദേശീയപാതയിൽ മത്തായിക്കൊക്കയ്ക്ക് സമീപം റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത്. മാസങ്ങൾക്ക് ശേഷമാണ് ഈ ഭാഗത്തെ സംരക്ഷണ ഭിത്തി നിർമ്മാണം പൊതുമരാമത്ത് വകുപ്പ് പൂർത്തീകരിച്ചത്. എന്നാൽ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചതല്ലാതെ ഈ ഭാഗത്തെ തകർന്ന റോഡിന്റെ ടാറിംഗ് നടത്താൻ അധികൃതർ തയ്യാറായില്ല. ഇതോടെ വലിയ ഗട്ടറായി ഇവിടെ മാറുകയായിരുന്നു. ഇവിടെ പീരുമേട് മത്തായിക്കൊക്ക ഭാഗത്ത് ദേശീയപാതയിൽ കഴിഞ്ഞ മഴക്കാലത്ത് അവിടുത്തെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് ഗതാഗത തടസ്സം നേരിട്ടിരുന്നു. അതിനുശേഷം നിരന്തരമായ ഇടപെടലിനെ തുടർന്ന് അതിൻ്റെ സംരക്ഷണ ഭിത്തി കെട്ടി ഉയർത്തുകയും പണികൾ പൂർത്തീകരിക്കുന്ന വേണ്ട എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ കെട്ടി ഉയർത്തി എന്നുള്ളതല്ലാതെ അവിടെ ടാറിങ് നടത്തുവാനോ മറ്റ് പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല. അതിൻ്റെ ഫലമായി അവിടെ റോഡിൽ ഭയങ്കരമായിട്ടുള്ള കട്ടറുണ്ടാവുകയും കട്ടിങ് ഉൾപ്പെടെ രൂപപ്പെട്ടുകൊണ്ട് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ അവിടെ ഒരു ശബരിമല തീർത്ഥാടന വാഹനം കട്ടറിൽ ചാടി വീല് ഊരി പോകുന്നൊരവസ്ഥയുണ്ടായി. കാരണം അപകടം സാധ്യതയാണ് ഒഴിവായത്. അതിനാൽ അധികൃതരുടെ ഭാഗത്തു നിന്നും എത്രയും പെട്ടെന്ന് തന്നെ അവിടെ ടാറിങ് നടത്തി ആ റോഡിൻ്റെ പൂർണ്ണസ്ഥിതിയിലെത്തിക്കണമെന്നാണ് ആവശ്യം. റോഡ് പൊളിഞ്ഞു കിടക്കുന്നത് വേഗതയിൽ വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുകയാണ്. ശബരിമല തീർത്ഥാടകരും നിരവധി വിനോദസഞ്ചാരികളും ദൈനംദിനം കടന്നുപോകുന്ന ഒരു പ്രധാന പാത കൂടിയാണിത്. പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ ഈ ഭാഗത്തെ ടാറിംഗ് ജോലികൾ എത്രയും വേഗം നടത്തി സഞ്ചാരം സുഗമമാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഇടുക്കി ലൈവ് ന്യൂസ് പീരുമേട്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എടാ ജോൺസാ, ഇതിന്റെ ഏലക്കാടൊക്കെ എങ്ങനെ? എൻ്റെ അപ്പായിച്ചേട്ടാ, എന്തോ ഏലക്കാട്? നമ്മുടെ കഷ്ടപ്പാടിനൊത്ത് വിളവൊന്നുമില്ലെന്നേ. വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു. എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ, പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം. അതെ അതെ, ഇപ്പോൾ ഉള്ളവർ കെമിക്കലെല്ലാം അടിച്ച് കയറ്റുമല്ലേ. പക്ഷേ അത് ശാശ്വതമല്ല ജോൺസാ. അല്ലേ, നീ സാനുമാഷിനോട് ചോദിക്കുക. ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്തരി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗ്രീൻ്റെ ജൈവവളമാണ്. മണ്ണിനെ നോവിക്കാതെ വളം ചെയ്താ മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും. ആയുർഗ്രീൻ ഒന്ന് ഉപയോഗിച്ചു നോക്ക്, ഇതെന്റെ ഉറപ്പാ. അല്ല മാഷേ, ഇതെവിടെ കിട്ടും? ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും. ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും.